സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയിലെ 2871 എസ്.സി വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ടാണ് നജീബ് കാന്തപുരം സർക്കാരിന്റേത് വെറും പ്രഖ്യാപനമാണെന്ന് ആരോപിച്ചത്. നിയോജക മണ്ഡലത്തിലെ 4676 എസ്.സി കുടുംബങ്ങളിൽ 2871 വീടുകളിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത്. 348 സദ്ഗ്രാമങ്ങളിലായിരുന്നു പഠനം. ടോയ്ലറ്റ്, സാനിറ്റേഷൻ, ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ ഉപജീവനം, ആരോഗ്യം, മെഡിക്കൽ സപ്പോർട്ട് എന്നീ 4 മാനദണ്ഡങ്ങളായിരുന്നു സർവേയിൽ പരിഗണിച്ചത്. സർവേയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: 2871 കുടുംബങ്ങളിൽ 70 പേർക്ക് ടോയ്ലറ്റുകളില്ല. 2741 വീടുകളും മതിയായ സൗകര്യമില്ലാത്തവ. സ്ഥിരവരുമാനമില്ലാത്ത 1574 കുടുംബങ്ങളുണ്ട്. ആരോഗ്യമേഖലയിൽ കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത 2574 കുടുംബങ്ങൾ. മൊത്തം വീടുകളിൽ 93.7% BPL AAY കുടുംബങ്ങളാണ്. 10 കുടുംബങ്ങൾ അതിദരിദ്രർ. ഇവർക്ക് 200 രൂപ പോലും ദിവസ വരുമാനമില്ല. കേരളത്തിലെ ശരാശരി വരുമാനത്തിലും താഴെയണിവ എന്നും സർവേ. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതെയാകുകയാണെങ്കിൽ അതിൻ്റെ മിനിമം പാരാമീറ്ററായിട്ട് 4 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഒന്ന്, എല്ലാവർക്കും വീടുണ്ടാവണം, എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടാവണം, എല്ലാവർക്കും 200 രൂപയെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടാവണം, എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യം ഉള്ള ജീവിത സാഹചര്യം ഉണ്ടാവണം, ചികിത്സയ്ക്ക് സംവിധാനം ഉണ്ടാവണം. ഈ 4 പാരാമീറ്ററാണല്ലോ കേരളവും പറഞ്ഞത്. നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഞാൻ ഈ അതിദരിദ്രർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ആ മാനദണ്ഡങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടോ? ഉണ്ടാവില്ല. അതിദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കി എന്നതിന് സർക്കാർ വ്യക്തമായ മറുപടി പറയുന്നില്ല എന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. എന്തെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു സർക്കാർ ഇതിനുപയോഗിച്ചത്? എവിടെയെങ്കിലും സർവേ നടത്തിയിരുന്നോ? ആസൂത്രണ ബോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നിവർ ഈ സർവേയിൽ പങ്കാളികളായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇത് പഠനം നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടായി. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെ വെച്ച ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് ഡാറ്റ ഉണ്ടാക്കിയത് കൊണ്ടും ഇതിൻ്റെ ഞങ്ങളൊരു സോഷ്യൽ വർക്ക് ചെയ്തത് കൊണ്ടും കേരളത്തിന് ഞങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് ഗവൺമെൻറ് പാഠം പഠിക്കണം. ഈ ഡാറ്റ വെച്ച് ഗവൺമെൻറ് പഠിക്കണം. എന്നിട്ട് അതിദരിദ്രരില്ലാത്ത കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലേക്ക് കാൽവെക്കണം. ആ പരിശ്രമത്തിലേക്ക് കാൽവെക്കണമെങ്കിൽ അതിദരിദ്രർക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വീടിൻ്റെ പൈസ എടുത്ത് ഇവൻറ്റിൻ്റെ മാമാങ്കം നടത്തല്ല വേണ്ടത്. അത് അവർക്ക് എത്തിക്കാൻ, അർഹരായ മനുഷ്യർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി. കുന്നുമ്മൽ സദ്ഗ്രാമത്തിലെ വീട്ടമ്മമാരെ ഒപ്പം നിർത്തിയായിരുന്നു MLA യുടെ വാർത്താ സമ്മേളനം. ഇവരുടെ എല്ലാം വീട് നിർമ്മാണം ഫണ്ടിന്റെ കുറവിനാൽ വർഷങ്ങളായി പൂർത്തിയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ MLA യുടെ കൂടെ നിന്നവർക്കെല്ലാം സർക്കാർ വീട് നൽകിയതാണെന്നും വീട് പണി പൂർത്തിയാകാത്തതുകൊണ്ടാണ് ഇവർ താൽക്കാലിക സ്ഥലത്ത് താമസിക്കുന്നതെന്നുമാണ് LDFന്റെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ന്യൂസ് 18 മലപ്പുറം.